എല്ലാവർക്കും നല്ല ഒരു സന്ധ്യ ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയോട് ബ്രിട്ടീഷുകാർ ചോദിച്ചത്രേ, നിങ്ങൾ ഈ അഹിംസയുമായിട്ട് സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ ഉണ്ടാകും? ചരിത്രത്തിൽ അങ്ങനെ ഒന്നില്ലല്ലോ, അങ്ങനെ ഒരു സംഭവം രചിക്കപ്പെട്ടിട്ടില്ല. അഹിംസ കൊണ്ട്, ഹിംസയില്ലാതെ ഒന്നും നടക്കുകയില്ല എന്നാണ് ചരിത്രം പറയുന്നത്. പിന്നെ എന്താണ് അങ്ങ് ഈ അഹിംസയുമായിട്ട് നടക്കുന്നത്? അതെന്താണ്, അങ്ങക്ക് വല്ല ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചു. അതിനെ മഹാത്മാഗാന്ധി ഉത്തരം പറഞ്ഞത്, നിങ്ങൾ ചരിത്രത്തിൽ ഇല്ലെന്നല്ലേ പറഞ്ഞത്, ഞാൻ ചരിത്രം രചിക്കുന്നയാളാണ്. അതുവരെ ഇല്ലാത്ത ചരിത്രമാണ് അഹിംസ എന്ന മാർഗത്തിലൂടെ ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ളത്. അതിനു മുൻപൊക്കെ ഉണ്ടായിരുന്നത് രാജാക്കന്മാർ തമ്മിൽ യുദ്ധം ചെയ്തും രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തും നേടിയെടുക്കുന്ന സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം എന്ന് കരുതിയിരുന്ന ഒരു ലോകത്ത് ഹിംസയില്ലാതെ അഹിംസയ്ക്ക് മാത്രം പ്രാധാന്യം നൽകി ഒരാളെയും വേദനിപ്പിക്കരുതെന്ന ചിന്താഗതിയോടുകൂടെ അദ്ദേഹം നടത്തിയ യാത്രകളും, എന്താ പറയാ, ദണ്ഡി യാത്രകൾ പോലുള്ള യാത്രകളൊക്കെ നടത്തി ഒരു സമൂഹത്തിന്റെ മനസാക്ഷിയെ, ഒരു രാജ്യത്തിന്റെ മനസാക്ഷിയെ അതിലേക്ക് എത്തിച്ച് ആ അഹിംസ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധിയുടെ പിന്മുറക്കാരാണ് നമ്മൾ. മറന്നു പോകരുത്. ഇന്ന് പല യാത്രകളും അഹിംസയല്ല ഹിംസയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. പല നമ്മുടെ പ്രവർത്തനങ്ങളും ഹിംസയാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ദിവസം പേപ്പറുകളിൽ വായിക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ട് നടത്തുന്ന ചില യാത്രകൾ, ചില പ്രയോഗങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടുവരുന്ന വർത്തമാന കാലത്താണ്. ഗാന്ധിജിയുടെ അഹിംസാ മുദ്രാവാക്യവുമായി അതിന്റെ പ്രസക്തിയുമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നു നിൽക്കുന്നത്. ഒരു അക്കൗണ്ടിങ് ക്ലാസ്സിൽ ഇത് എന്ത് പ്രസക്തി എന്ന് ഒരു പക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം. ഒരു അക്കൗണ്ടിങ് ക്ലാസ്സിൽ പരിശീലിക്കുന്ന നമ്മൾ ഒരിക്കലും ഒരു സമൂഹത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടു നിൽക്കുന്നവരല്ല. നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ സമൂഹത്തിലെ പല വിഭാഗം ആളുകളായിട്ട് ഇടപഴകേണ്ട ആളുകളാണ്. ബിസിനസ്സുകാർ മാത്രമല്ല, പല ആളുകളുമായിട്ട് ഇടപഴകേണ്ടവരാണ്. അത്തരം ഒരു സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം, ആരെയും മുറിവേൽപ്പിക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അതിനാകട്ടെ നമ്മുടെ ഈ കൂടിവരവുകൾ എന്ന് ആദ്യമായിട്ട് ആശംസിച്ചുകൊണ്ട് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നലെ നമ്മൾ അക്കൗണ്ടൻസിയുടെ ഒരു ഫൈനൽ അക്കൗണ്ട് സിസ്റ്റമാണ് നമ്മൾ നടപ്പിലാക്കിയത്, കണ്ടത്. അതിൽ കുറച്ച് കുറവുകളൊക്കെ ഉണ്ട്. ഞാൻ മനഃപൂർവ്വം തന്നെ കുറവുകൾ ഇട്ടതാണ്. ഇന്ന് നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഏപ്രിൽ മാസത്തെ ഡാബുക്കും ലെഡ്ജറും ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെനിക്ക് ഞാൻ അറിയുന്ന ഒരാൾ അയച്ചു തന്നതാണ്. അത് ഞാൻ അങ്ങ് ഇട്ട് തന്നതാണ്. അതിനകത്ത് ചില കുറവുകളുണ്ട്. ഞാൻ അദ്ദേഹത്തിന് തന്നെ വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് അത് ഷെയർ ചെയ്യുന്നത്. ഷെയർ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. അതിനകത്ത് തെറ്റുകളുണ്ട്. നിങ്ങളും ചിലപ്പോൾ ചെയ്തതിൽ തെറ്റുകൾ ഉണ്ടാകാം. ആ തെറ്റുകളെ കറക്റ്റ് ചെയ്യാനാണ് ഞാൻ ആ ഒരു തെറ്റിനെ തന്നെ അങ്ങ് എടുത്തിട്ടിട്ട് ആ തെറ്റ് എന്താണെന്ന് പറയുന്നത്. ഒന്ന്, ഡാബുക്ക് കറക്റ്റ് ആണ്, അതിന്റെ ബാലൻസ് വരെയെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ലെഡ്ജറിങ്ങില് അതിന്റെ ഫോർമാറ്റിൽ തന്നെ കാണുന്നത് നമ്മൾ ഡാബുക്കിൽ ചെയ്ത LF എന്ന കോളം ലെഡ്ജറിലേക്ക് വന്നപ്പോൾ അത് അതുപോലെ തന്നെ കിടക്കുകയാണ്. LF മീൻസ് ലെഡ്ജർ ഫോളിയോ എന്നാണ്. അതായത് ജേണൽ ബുക്കില് അല്ലെങ്കിൽ ഡാ ബുക്കില് എഴുതാണ് നമ്മുടെ ലെഡ്ജറിന്റെ നമ്പർ എത്രയാണ്. അപ്പൊ അതിൽ ലെഡ്ജറിൽ അത് നമ്മൾ ചെയ്യേണ്ടത് LFന് പകരം JF എന്നാണ് എഴുതേണ്ടത്, ജേണൽ ഫോളിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ജേണലിലെ ഇത്രാമത്തെ ലൈനാണ് ഇങ്ങോട്ട് എടുത്ത് എഴുതിയെന്ന് എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു കോളമാണ് JF. അതുകൊണ്ട് ലെഡ്ജറിൽ JF-ഉം ഡേ ബുക്കിൽ LF-ഉം എന്നാണ്. ലെഡ്ജർ ഫോളിയോ ഡേ ബുക്കിലാണ് വേണ്ടത്, ജേണൽ ഫോളിയോ ലെഡ്ജറിലാണ് വേണ്ടത്. ഓക്കെ. 2017 ജൂലൈ 1-ാം തീയതി നമ്മൾ GST ആരംഭിച്ചു എന്ന് പറഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ടുള്ള ചരിത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇവിടുന്ന് അങ്ങോട്ട് ബാക്കിൽ ഒരു പാസ്റ്റ് ഹിസ്റ്ററിയുടെ ഒരു സംക്ഷിപ്ത രൂപം 5 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം. അതിനു മുൻപ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിലനിന്നിരുന്നത് വാറ്റ് സിസ്റ്റമാണ്, വാല്യൂ ആഡഡ് ടാക്സ്. വാറ്റ്. ഈ വാറ്റ് സമ്പ്രദായത്തിന് മുൻപ് ഉണ്ടായിരുന്നത് GST ആണ്. ഇതേപോലത്തെ ഒരു GST ഉണ്ടായിരുന്നു, KGST, കേരള GST എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. അത് മാറ്റിയിട്ടാണ് നമ്മൾ വാറ്റിലേക്ക് വന്നത്. വാറ്റ് ഓൾ ഇന്ത്യ ലെവലിലായിരുന്നെങ്കിലും അതിന്റെ അധികാരങ്ങൾ പലതും സ്റ്റേറ്റിനായിരുന്നു. അപ്പൊ അതിനെ കവർ ചെയ്യാൻ വേണ്ടി സെൻട്രൽ സെയിൽസ് ടാക്സ് എന്ന് പറയുന്ന ഒരു സാധനം സെന്ററിൻ്റെതുണ്ടായിരുന്നു വാറ്റ് നടക്കുമ്പോൾ. അത് KGST നടക്കുമ്പോഴും CST എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഉണ്ടായിരുന്നു. ഇപ്പോ ഇത് രണ്ടും കൂടെ മാറ്റി നമ്മൾ നേരത്തെ കണ്ടതുപോലെ CGST പ്ലസ് SGST-യും ഒന്നുകിൽ അല്ലെങ്കിൽ IGST-യും ഈ ഒരു ടേമിലേക്ക് മാത്രമായിട്ട് മാറി. അപ്പോൾ ഇവിടെ 3 ലോ അപ്ലിക്കബിൾ ആയി, CGST ലോ, SGST ലോ, IGST ലോ. സ്വാഭാവികമായിട്ടും UTGST ലോയും കൂടെ വരും, യൂണിയൻ ടെറിട്ടറി GST. അപ്പൊ വാറ്റ് ഉള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന CST, സെൻട്രൽ സെയിൽസ് ടാക്സ്, അതിനെ മറ്റൊരു ഫോമിലാക്കിയിട്ട് ഗവൺമെന്റ് അവതരിപ്പിച്ചതാണ് CGST. അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്, അതല്ല സംഭവം. അതിന് മറ്റൊരു ഫോം എന്നും മനസ്സിലാക്കുക, CGST. ദെൻ SGST സ്റ്റേറ്റിന്റെ അണ്ടറിലാണ്. പക്ഷെ സ്റ്റേറ്റിന് അതിന്റെ മുകളിൽ കാര്യമായിട്ടുള്ള അമെന്റ്മെന്റ് നടത്താനുള്ള അവകാശമൊന്നും ഇതിലൊന്നിനുമില്ല. സെൻട്രലിന്റെ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം അനുസരിച്ച് എല്ലാ സ്റ്റേറ്റിലും ഒരുപോലെ ഇംപ്ലിമെന്റ് ചെയ്യണം. അതാണ് 2017 ജൂലൈ 1 മുതൽ നമ്മുടെ നാട്ടിൽ നിലവിൽ വന്ന GST. ഓക്കെ. നമ്മുടെ ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്, അധികാരമില്ലാതെ ഒന്നും കളക്ട് ചെയ്യാൻ അനുവാദമില്ല. അധികാരമില്ലാതെ യാതൊന്നും ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ അവിടെ ഒരു പ്രശ്നം വന്നു. നമ്മുടെ ആർട്ടിക്കിളിന്റെ ഭരണഘടന ആരാ എഴുതിയതെന്നൊക്കെ ഇനി ചോദിച്ച പ്രശ്നമാകും. എങ്കിലും ഞാൻ പറയാം, അംബേദ്കറിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ഭരണഘടന ഉണ്ടാക്കിയത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1950 എന്നൊരാൾ പറഞ്ഞു, അടുത്ത ആള് 56 എന്നൊരാൾ പറഞ്ഞു, 1946, 1956. ഓക്കെ. പല അഭിപ്രായങ്ങളുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത് വിട്ടുതരുന്നു, തിങ്കളാഴ്ചയ്ക്ക് നിങ്ങൾ അതൊന്ന് കണ്ടുപിടിക്കൂ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നിലവിൽ വന്നത്? അംബേദ്കർ ആരാന്നറിയാലോ? ഓക്കെ. ആ കൊല്ലവും തീയതിയും ഒന്ന് കണക്കാക്കൂ, ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്യൂ. ഇപ്പോ മാതാ പിതാ ഗൂഗിൾ ദൈവം എന്നാണ്. ഗുരുദൈവമൊക്കെ പോയി, ഗൂഗിൾ ആണ് ഇപ്പോഴത്തെ ദൈവം. ഓക്കെ. അപ്പോ 2017 ജൂലൈ 1 നിലവിൽ വന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതിനു മുൻപുണ്ടായിരുന്ന വാറ്റ്, ഇവ തമ്മിലുള്ള വ്യത്യാസം നമ്മളൊന്ന് കണ്ടെത്തിയാൽ നമുക്കിത് പെട്ടെന്ന് ക്യാച്ച് ആവും. മുമ്പ് ഈ വാറ്റ് സിസ്റ്റത്തിന്റെ അപാകത എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റും ഓരോ തരത്തിലാണ് ടാക്സ് ചെയ്തിരുന്നത്. ഓരോ സ്റ്റേറ്റും ഓരോ തരത്തിലാണ് ടാക്സ് ചെയ്തിരുന്നത്.
അപ്പൊ ഡിഫറെന്റ് ലോ ആണ് ഓരോ സ്റ്റേറ്റിലും നിലനിന്നിരുന്നത്. ഡിഫറെന്റ് ലോ. GSTക്ക് ലോ ഒന്നേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് പാസ്സാക്കുന്ന ഒരു ലോ, ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കുന്ന ഒരു ലോ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കേരളത്തിലെ ഫ്ലഡ് സെസ് നടപ്പാക്കണമെന്ന് പറഞ്ഞപ്പോ ആദ്യം അത് റിജക്റ്റ് ചെയ്യപ്പെട്ടതും പിന്നീട് രണ്ടാമത്തെ തവണ സർവകക്ഷി അതിനോട് കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുകയും GST കൗൺസിലിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തതനുസരിച്ച് പിന്നീട് 2-3 സിറ്റിംഗ് കഴിഞ്ഞപ്പോ ആ KFC നടപ്പിലാക്കാൻ അനുവാദം തന്നതും. അതിനെക്കുറിച്ച് കുറെ ട്രോളുകളും മറ്റതൊക്കെ ഞാൻ ഒരു പ്രമുഖമായ ഒരു ക്യാമ്പസിൽ ചെന്നപ്പോൾ ഞാൻ വെള്ളം കുടിച്ചതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എനിക്കൊരു രാഷ്ട്രീയ കക്ഷിയും പിണക്കാൻ പറ്റില്ല. പക്ഷെ അവർ ചോദിച്ച ചോദ്യം ഞങ്ങളല്ല നടപ്പാക്കിയത്, മറ്റവരാണ്. മറ്റവർ പറയുന്നത് ഇതിന്റെ യഥാർത്ഥത എന്ത് ഒന്ന് പറയണമെന്നാണ്. എനിക്ക് നിയമമല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തി. അതുകൊണ്ട് ഞാൻ ഇവിടെയും ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നു. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമത്തിനനുസരിച്ചാണ് GST നടപ്പാക്കുന്നത്. വാറ്റ് പാർലമെന്റ് പാസ്സാക്കിയതാണെങ്കിലും സ്റ്റേറ്റിന് അതിലൊരു അധികാരം ഉണ്ടായിരുന്നു. ഓരോ സ്റ്റേറ്റും ഡിഫറെന്റ് റേറ്റ് ഓഫ് ടാക്സ് ഒക്കെ ചാർജ് ചെയ്തിട്ട് അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനെ സെൻട്രൽ ഗവൺമെന്റിനെ CST എന്ന് പറയുന്ന ഒരു സംവിധാനം കൊടുത്തിട്ടാണ് അത് ചെയ്തിരുന്നത്. സെൻട്രൽ ഗവൺമെന്റിന് CST എന്ന് പറയുന്ന സെൻട്രൽ സെയിൽസ് ടാക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ഇപ്പോ വാറ്റ് മാറി GST വന്നപ്പോ ആ CST-നും കളഞ്ഞു. പകരം കിട്ടുന്നതൊക്കെ പകുതി പകുതി എന്ന ഒരു പോളിസിയിലേക്ക് അത് മാറി. അതായത് 1 നേഷൻ 1 ടാക്സ്. വാറ്റിൽ ഡിഫറെന്റ് ലോ ആയിരുന്നു ഓരോ സ്റ്റേറ്റിലും. പക്ഷെ ഇപ്പോ നമുക്ക് സെൻട്രൽ ആയിട്ട് ഒരു ടാക്സ് ആണ് ഉള്ളത്. അത് കഴിഞ്ഞ് ഇതിനു മുൻപ് വാറ്റിന്റെ കാലത്ത് നമുക്ക് ഉണ്ടായിരുന്നത് പലതരം ടാക്സുകളായിരുന്നു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. ഇൻഡയറക്റ്റ് ടാക്സും ഡയറക്റ്റ് ടാക്സും. എന്താ ഇൻഡയറക്റ്റ് ടാക്സ്? അതുപോട്ടെ, ഡയറക്റ്റ് ടാക്സ് എന്താ ഞാൻ പറയേണ്ടി വരുമോ? ഡയറക്റ്റ് ടാക്സ് ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ. ഡയറക്റ്റ് എക്സ്പെൻസ് എന്താ? ഒരു സ്ഥാപനത്തിലേക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന ചരക്കുകളുടെ ചരക്കുകളുടെ വിലയും അതിനു വേണ്ടി വരുന്ന ചെലവുമാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. അതുപോലെ തന്നെയാണ് ഈ ഡയറക്റ്റ് ടാക്സും. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് നേരിട്ട് ഗവൺമെന്റ് ഈടാക്കും. അതേതൊക്കെയാ? 1 ഇൻകം ടാക്സ്, 2 കോർപ്പറേറ്റ് ടാക്സുകൾ. മീൻസ് നമ്മുടെ ലോക്കൽ അതോറിറ്റി ഒക്കെ നമ്മളിൽ നിന്ന് വാങ്ങിക്കുന്നു. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അങ്ങനെ തുടങ്ങിയവരൊക്കെ വാങ്ങിക്കുന്നതാണ് ഡയറക്റ്റ് ടാക്സ്. വെൽത്ത് ടാക്സ്, രജിസ്ട്രേഷൻ ടാക്സ്, അങ്ങനെ കുറെ ടാക്സുകളുണ്ട്. അത് നമ്മളൊക്കെ നേരിട്ട് പോയിട്ട് അടയ്ക്കണം. അതിന് വേറെ മീഡിയേറ്റർ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്തരം ടാക്സുകളെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഗവൺമെന്റ് വാങ്ങിക്കുന്നില്ല, മറിച്ച് വേറൊരു വ്യക്തിയിലൂടെയാണ് വാങ്ങിക്കുന്നത്. അത്തരം ടാക്സുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഈ ഇൻഡയറക്റ്റ് ടാക്സ് ആരാ എടുത്തിരുന്നത്? ഇൻഡയറക്റ്റ് ടാക്സുകൾ തന്നെ പല വിധമുണ്ടായിരുന്നു. 17ഓളം ഇൻഡയറക്റ്റ് ടാക്സുകൾ നമ്മൾ ഏതിൽ ലയിപ്പിച്ചു? GST-യിൽ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൽ ലയിപ്പിച്ചു. നേരത്തെ പറഞ്ഞ ആ ഇൻഡയറക്റ്റ് ടാക്സുകളിൽ പെട്ടത് GST-യിൽ ലയിപ്പിച്ചു. എന്നാൽ ഇപ്പൊ ഇൻകം ടാക്സ് നിലനിൽക്കുന്നുണ്ട്. കസ്റ്റംസ് ടാക്സിന്റെ ഒരു വിഭാഗം മാത്രമേ GST ലയിപ്പിച്ചിട്ടുള്ളൂ. ബാക്കി ഡയറക്റ്റ് ടാക്സ് ആയിട്ട് നിൽക്കുന്ന ഇൻകം ടാക്സും ഈ ലോക്കൽ ബോഡിയുടെ ടാക്സുകളൊക്കെ ഇപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. ഡയറക്റ്റ് ടാക്സുകളൊന്നും GST-യിൽ എന്ത് ചെയ്തിട്ടില്ല? ലയിപ്പിച്ചിട്ടില്ല. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ടാക്സുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇതിൽ ലയിപ്പിച്ചിട്ടുള്ളത്.
അതൊന്ന് ശ്രദ്ധിക്കുക. ഇത്രയും ചേർന്നാൽ ഇൻകം ടാക്സ് ഡയറക്റ്റ് ടാക്സ് എന്നാ ഞാൻ പറഞ്ഞേ. ഇൻകം ടാക്സ് പ്രൊഫഷണൽ ടാക്സ്, അത് ലോക്കൽ ബോഡികൾ കളക്ട് ചെയ്യുന്ന ടാക്സ്, അതാണ് എന്ത് ചെയ്യുന്നത് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അത് GST ലയിപ്പിച്ചിട്ടില്ല. ഇൻഡയറക്റ്റ് ടാക്സിലെ 17 വിഭാഗം ഏതിൽ ലയിപ്പിച്ചു? അതായത് വാറ്റ്, എക്സൈസ് ഡ്യൂട്ടി, അങ്ങനെ കുറേ ടാക്സുകൾ. ഞാൻ പറഞ്ഞ സമയം നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാകും, നമുക്ക് അത്രയും അറിയേണ്ടതുള്ളൂ. അതുകൊണ്ട് അതൊക്കെ GST ലയിപ്പിച്ചു. അതുവഴി ഉണ്ടാകേണ്ടിയിരുന്ന ഒരു ഗുണമുണ്ട്, നമ്മുടെ സാധനങ്ങൾക്കൊക്കെ വില കുറയേണ്ടിയിരുന്നു. അതായത് 15% ഉണ്ടായിരുന്ന അല്ലെങ്കിൽ 18% ഉണ്ടായിരുന്ന ടാക്സ് എക്സൈസ് ഡ്യൂട്ടി, അല്ലെങ്കിൽ 26% ഉണ്ടായിരുന്ന എക്സൈസ് ഡ്യൂട്ടി ഇപ്പോഴില്ല, മറിച്ച് GST എന്ന് പറയുന്ന കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരത് ഇപ്പൊ എടുക്കാതെ തന്നെയാണ് പഴയ പ്രോഡക്റ്റിന്റെ വിലയിൽ ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന ഗുണം GST വന്നപ്പോൾ കിട്ടാതെ ഇരിക്കാനുള്ള കാരണം ഇനി നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതാണ് വാറ്റും GSTയും കൂടെയുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. അതിന്റെ ഇംഗ്ലീഷ് ഭാഗമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സബ്സ്യൂംഡ് ഇൻ GST 17 നേരത്തെ അവിടെ എഴുതി കാണിച്ചു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. ഓക്കെ, ഇത്രയുമാണ്. പിന്നെ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് 2017 പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു ടാക്സ് ആണോ എന്നുള്ളത്. 2006 വാജ്പേയി ഗവൺമെന്റ് വന്ന ആ അധികാരത്തിൽ വന്ന കാലം മുതൽ വാജ്പേയി ഗവൺമെന്റ് ആണ് ഇത് GST എന്നുള്ള ആ ഒരു ആഗോള വ്യാപകമായിട്ടുള്ള ഒരു ചർച്ചയുടെ ഫലത്തിൽ നിന്ന് ഉടലെടുത്തതാണ് GST. അന്ന് മുതൽ നടപ്പാക്കണമെന്ന് ശുപാർശ കൊടുത്തിരുന്നു. തുടർന്ന് വരുന്ന എല്ലാ സർക്കാരുകളും പണിപ്പെട്ടിട്ടാണ് എന്ത് ചെയ്തത്, ഈ GST നടപ്പിലാക്കിയത്. GSTക്ക് മുൻപ് GST നടപ്പിൽ വരുത്താൻ വേണ്ടി GSTIN അതിന്റെ സോഫ്റ്റ്വെയർ തയ്യാറാക്കാൻ വേണ്ടി കരാർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2006 മുതൽ നടപ്പിൽ വരുത്താൻ ഉദ്ദേശിച്ചിരുന്ന GST അവിടുന്ന് ഇങ്ങോട്ട് എല്ലാ ഗവൺമെന്റുകളിലും പാർട്ടിസിപ്പേഷനോട് കൂടെയാണ് 2017 ജൂലൈ 1 GST നടപ്പിൽ വരുന്നത്. പിന്നെ അതിനകത്തൊരു കോൺട്രഡിക്ഷൻ ഉള്ളത്, പുതിയൊരു ഗവൺമെന്റ് വന്നിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നടപ്പാക്കിയോ എന്നുള്ളതാണ്. 1 ജൂലൈ 2017 നടപ്പാക്കിയത്. അത് ഓരോ സമയത്തെ ഭരണാധികാരികളുടെ സ്പീഡും അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ച് അത് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. അത്രേ അതിനകത്ത് വ്യത്യാസമുള്ളൂ. അത് 2017 ജൂലൈ 1 നടന്നില്ലെങ്കിൽ അടുത്ത ഒരു കൊല്ലത്തിനകം നടക്കേണ്ടിയിരുന്ന ഒരു സംഭവം. അത്രേ അതിനെ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് GSTയുടെ മുൻപിലുള്ള, അതായത് 2017 ജൂലൈ 1 മുൻപുള്ള കാലഘട്ടത്തിൽ ഞാനൊന്ന് സമറൈസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷമുള്ള കാര്യങ്ങൾ ഞാൻ മുൻപേ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. GST എന്താണെന്നും അതൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്കൊക്കെ അത് അറിയാം, എങ്കിലും ഞാനൊന്നൊരു ഓർമ്മപ്പെടുത്തൽ. ഇൻപുട്ട് ടാക്സ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇൻപുട്ട് ടാക്സ് എന്താണ്? ഇൻപുട്ട് ടാക്സ്, നമ്മൾ ഒരു സാധനം 2 GST നമ്പറുള്ള, അതായത് 2 ഷോപ്പുകൾ തമ്മിൽ, GST നമ്പറുള്ള 2 ഷോപ്പുകൾ തമ്മിൽ പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെയിൽ ചെയ്യുമ്പോൾ, ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാണ്, ഞാനൊരു GST നമ്പറുള്ള ഒരാളാണെന്ന് കരുതുക. പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ മറ്റേ ഷോപ്പിന് കൊടുത്തിട്ടുള്ള ടാക്സിനെ പറയുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ്. അവിടെ നമുക്ക് 2 തരത്തിൽ എടുക്കാമല്ലോ. CGSTയിലും എടുക്കാം, SGSTയിലും എടുക്കാം. കേരളത്തിനകത്താണെങ്കിൽ, ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ. ഇന്റർ സ്റ്റേറ്റ് ആണെങ്കിൽ എന്താ പറയാ? IGST എന്നാണ് പറയുക. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഈ 2 ഡീലർമാർ തമ്മിലുള്ള വകുപ്പിനെ പറയുന്ന, ആ ബിൽ ട്രാൻസാക്ഷനെ പറയുന്ന പേരാണ് B2B, ബിസിനസ് ടു ബിസിനസ്. മറ്റേത് B2C,
അതായത് ബിസിനസ് ടു കൺസ്യൂമർ. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് നമ്മൾ ഓർഡിനറി ഒരു പീപ്പിൾ അവിടെ ചെന്നിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അതിന് ബിസിനസ് ടു കൺസ്യൂമർ, B2C എന്നാണ് പറയുക. മറ്റേതിന് പറയുന്ന പേരാണ് B2B, അതായത് ബിസിനസ് ടു ബിസിനസ്, മറ്റേത് ബിസിനസ് ടു കൺസ്യൂമർ. ഓക്കെ, അപ്പൊ B2Bയിലാണ് ഇൻപുട്ട് ടാക്സ് എടുക്കാനുള്ള അവകാശമുള്ളത്. നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു സാധനം വിൽക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ അത് വാങ്ങിക്കുമ്പോൾ കൊടുത്ത ടാക്സ് നമുക്ക് ഗവൺമെന്റിലേക്ക് ഇൻപുട്ട് ടാക്സ് ആയിട്ട് പരിഗണിക്കും. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും, ഞാൻ ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ, എൻ്റെ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഞാൻ ഒരു ഫർണിച്ചർ വാങ്ങിച്ചു, അന്ന് GST ഒക്കെ ഉണ്ടായിരുന്നു. ആ GST തുടങ്ങാൻ വേണ്ടി GST ഒക്കെ എടുത്തതിന് ശേഷമാണ് ഞാൻ ഫർണിച്ചർ വാങ്ങിച്ചത്. അങ്ങനെ ഫർണിച്ചർ വാങ്ങിച്ചാൽ എനിക്ക് ഇൻപുട്ട് കിട്ടുമോ? കിട്ടും. അതിന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ ഇൻപുട്ട്. ഞാൻ വാക്കൊന്ന് ലഘൂകരിച്ച് എഴുതാണ് കേട്ടോ. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞത് നമ്മൾ ഇൻപുട്ടാണ്, പർച്ചേസിന് കൊടുക്കുന്ന ടാക്സിന്റെ ഇൻപുട്ടാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ക്യാപിറ്റൽ ആയിട്ട് കണക്കാക്കുന്ന, അതായത് നമ്മുടെ അസറ്റിനെ നമ്മൾ ക്യാപിറ്റലായിട്ട്, അതായത് മൂവിങ് ആയിട്ടുള്ള ഒരു സംഭവത്തിന് വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്ന ഒരു ടാക്സ് ആണ്. ആ ടാക്സിനെയും നമുക്ക് എടുക്കാം, ഇൻപുട്ട് ടാക്സ് ആയിട്ട് എടുക്കാം. ക്യാപിറ്റൽ ഇൻപുട്ട് എന്നാണ് അതിന് പറയുക. അത് നമുക്ക് അതിന് ലിമിറ്റ് ഒന്നുമില്ല. മുൻപ് വാറ്റിലൊക്കെ ലിമിറ്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ അതിന് ലിമിറ്റ് ഒന്നുമില്ല. നമുക്ക് റിട്ടേണിൽ അത് എടുക്കാനായിട്ട് സാധിക്കും. അതായത് ഇമ്മൂവബിൾ ആയിട്ടുള്ള ഒരു സാധനത്തിനും ഇൻപുട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല. മൂവബിൾ ആയിട്ടുള്ള സാധനത്തിനെ ഇൻപുട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഉദാഹരണം, നമ്മൾ ഒരു ബിൽഡിംഗ് പണിതു. ഞാനിപ്പോൾ എൻ്റെ ഒരു ഓഫീസ്, എൻ്റെ പരിപാടി അക്കൗണ്ടിങ് ആണല്ലോ. അപ്പൊ അതിനു വേണ്ടി ഞാനൊരു ഓഫീസ് പണിയുന്നു. ഞാൻ GST ഉള്ള ആളാണ്. ഓഫീസ് പണിയുന്നതിൻ്റെ ഫിക്സഡ് കൺസ്ട്രക്ഷനെ GST ഇൻപുട്ട് എടുക്കാൻ അനുവാദമില്ല. അതേസമയം അതിനകത്ത് വയ്ക്കുന്ന സ്പ്ലിറ്റ് AC, നമ്മളറിയില്ല, യൂണിറ്റ് AC. അതേസമയം സെൻട്രലൈസ്ഡ് ACക്ക് ഇൻപുട്ട് കിട്ടില്ല. സ്പ്ലിറ്റ് ACക്ക് ഇൻപുട്ട് കിട്ടും. സെൻട്രലൈസ്ഡ് AC അത് ഫിക്സ് ചെയ്ത് വെക്കുന്നതാണ്. അതിനകത്ത് ചുറ്റും ബോർഡുകളൊക്കെ അടിച്ച് വളരെ ഫിക്സ് ചെയ്ത് വെക്കുന്ന ഒരു സാധനമാണ്. അത് ഊരി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഉപയോഗം നടക്കില്ല. അതുകൊണ്ട് അതിന് ഇൻപുട്ട് കിട്ടില്ല. മറ്റേതിന് ഇൻപുട്ട് കിട്ടും. അതിൽ ഉപയോഗിക്കുന്ന റാക്കുകൾ നമുക്ക് ഊരിയെടുക്കാവുന്നവയാണെങ്കിൽ അതിന് ഇൻപുട്ട് കിട്ടും, മറ്റതിന് കിട്ടില്ല. ചുരുക്കത്തിൽ സിവിൽ കൺസ്ട്രക്ഷനെ എന്ത് കിട്ടില്ല? ഇൻപുട്ട് കിട്ടില്ല. അപ്പോ ഇൻപുട്ട് എന്ന് പറയുന്ന സാധനത്തിന്റെ വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒറ്റ വാചകത്തിലാണ് ഞാൻ ഇൻപുട്ടിനെ പറഞ്ഞത്. എല്ലാ ഇൻപുട്ടിനകത്തും ഈ CGST SGST എന്ന എലിമെന്റോ, അതല്ലെങ്കിൽ IGST, ഇനി മറ്റൊടത്താണെങ്കിൽ UTGST, കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണെങ്കിൽ UTGST എന്ന എലമെന്റ് ഉണ്ടാകും. ഓക്കെ, ഇത് ഇങ്ങനെയേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അതിനേക്കാൾ കുറച്ച് ഇനി എങ്ങനെ പറയുമെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾക്കും കൂടെ എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ B2Cയുടെ പരിപാടി എന്താ? നേരത്തെ പറഞ്ഞ എല്ലാം B2B ആണ്. B2Cക്ക് ഇൻപുട്ട് ഇല്ല. ഇപ്പൊ കേരളത്തിൽ B2C ആണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ 5% ഗുഡ്സ് ഒഴികെ മുകളിലേക്ക് എല്ലാറ്റിനും 1% KFC കൊടുക്കണം. KFC എന്ന് വെച്ചാൽ ചിക്കൻ അല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കേരള ഫ്ലഡ് സെസ് ഈ ഓഗസ്റ്റോടുകൂടെ കഴിയുമെന്ന നമ്മുടെ ധനമന്ത്രി 2 മാസം മുമ്പ് പറഞ്ഞത് നിൽക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അത് കേരളത്തിലെ ആളുകൾക്ക് മാത്രമേ ഉള്ളൂ, പുറമെ ഒരാൾക്ക് ഇല്ല. അതാണ് B2C. അപ്പൊ ഇൻപുട്ടിനകത്ത് ഇനി സംശയങ്ങളില്ല എന്ന് കരുതുന്നു. കാരണം ഞാൻ പ്രായോഗിക തലത്തിൽ വരാവുന്ന എല്ലാ സംശയങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1% KFC 5% ഇല്ല, 5% മുകളിലേക്ക്. അതേസമയം സ്വർണം 3% ടാക്സ്. അതിന്റെ KFC എന്ന് പറയുന്നത് 0.25% ആണ്. ഓക്കെ, അടുത്ത സെക്ഷൻ ആണ് ഔട്ട്പുട്ട്. എന്താ ഔട്ട്പുട്ട്? അടുത്ത സെക്ഷൻ ഔട്ട്പുട്ട്.
ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം സെയിൽ ചെയ്യുന്നു, ആ സെയിൽ ചെയ്യുന്ന സമയത്ത് കളക്ട് ചെയ്യുന്ന തുകയ്ക്ക് പറയുന്ന പേരാണ് ഔട്ട്പുട്ട്. അത് സെയിൽസുമായി ബന്ധപ്പെട്ടതാണ്. ഇൻപുട്ട് പർച്ചേസുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ സെയിൽസ് ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ടതാണ്. സെയിൽസിലെ നേരത്തെ പറഞ്ഞ എലമെന്റ് ഉണ്ട്, CGST പ്ലസ് SGST. ഏതിലാണെങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ, ഒരു സ്റ്റേറ്റിനകത്താണെങ്കിൽ, അല്ലെങ്കിൽ IGST ഓർ UTGST ഏതാണെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് ആണെങ്കിൽ സെയിൽസിൽ എലമെന്റ് ആണ്. ഇതും B2B ആണെങ്കിൽ എന്ത് വേണ്ട? KFC വേണ്ട. B2C ആണെങ്കിൽ KFC കൂടെ കളക്ട് ചെയ്യണം. 5% 0% എന്ത് ടാക്സ് റേറ്റ് KFCയുടെ. 5% മുകളിലാണെങ്കിൽ 1% ആണ് KFC. 3% ഗുഡ്സ് ആണെങ്കിൽ, സ്വർണം അതുപോലുള്ളതൊക്കെ ആണെങ്കിൽ അതിന് 0.25% ആണ് KFC. ഇത്രയുമാണ് ഔട്ട്പുട്ട് ടാക്സിനെ കുറിച്ച് പറയാനുള്ളത്. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ ആയാൽ ഒന്ന് ചാറ്റിൽ പറഞ്ഞാൽ തരക്കേടില്ല. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ വിരോധമില്ല. എനി ഡൗട്ട് റിഗാർഡിംഗ് ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട്? ഓക്കെ. എന്താണ് GST പേയ്മെന്റ്? നമ്മൾ GST പേയ്മെന്റ് എന്ന് പറയുന്ന സെഷൻ എന്താണ്? നമ്മളൊരു സാധനം വിൽക്കുന്നു, അതിന് പറയുന്ന പേരാണ്, അതിന് കളക്ട് ചെയ്യുന്ന ടാക്സിന് പറയുന്ന പേരാണ് ഔട്ട്പുട്ട്. നമ്മളൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ടാവും, വിൽക്കാനുള്ള സാധനം വാങ്ങിച്ചിട്ടുണ്ടാവും, ക്യാപിറ്റലൈസ്ഡ് ഗുഡ്സിന് ഇൻപുട്ട് ഉണ്ടാകും. അപ്പൊ അത്തരം എല്ലാ ഇൻപുട്ടുകളും കൂടെ മൈനസ് ചെയ്ത് ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട് ഈക്വൽ ടു GST പേയ്മെന്റ്. അതായത് ഔട്ട്പുട്ട് ആണ് കൂടുതലെങ്കിൽ, 100 രൂപയാണ് നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് എങ്കിൽ, അപ്പൊ CGST എത്ര ഉണ്ടാവും? 50 ഉണ്ടാവും. SGST 50 ഉണ്ടാവും. ടോട്ടൽ 100 രൂപ ഉണ്ടാവും. ഓക്കെ. ഇവിടെ ഇൻപുട്ട് നമുക്ക് 80 രൂപയുള്ളൂ കരുതുക. അപ്പൊ SGST 40 ഉണ്ടാവും, CGST 40 ഉണ്ടാവും. ഞാൻ കേരളത്തിനകത്തെ ഒരു സ്റ്റേറ്റിനകത്തെ കാര്യം മാത്രം പറയണത്. അപ്പോൾ നമ്മൾ കെട്ടേണ്ടിയ തുക 100 മൈനസ് 80 ഈക്വൽ ടു 20. അതെങ്ങനെ കെട്ടണം? CGSTയിൽ 10 രൂപയും SGSTയിലെ 10 രൂപയായിട്ട് കെട്ടണം. ഇതാണ് പേയ്മെന്റ്. ഈ സെക്ഷനെ ഇൻപുട്ട് സെക്ഷനെ GSTയുടെ സൈറ്റിന് പറയുന്ന പേരാണ് GSTIN, GST നെറ്റ്വർക്ക്, GSTIN. അതിലെ പറയുന്ന പേരാണ് ക്രെഡിറ്റ് ലെഡ്ജർ, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. ഏതിനെ പറയുന്ന പേര്? ഇൻപുട്ടിനെ. ഔട്ട്പുട്ടിനെ ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ. നമ്മൾ ക്യാഷ് അടയ്ക്കുന്നത്, നേരത്തെ പറഞ്ഞല്ലോ 20 രൂപ ക്യാഷ് അടയ്ക്കുന്നു എന്നുള്ളതിന്, അതിനെ ക്യാഷ് ലെഡ്ജർ. ആ ക്യാഷിന്റെ ബാക്കി വല്ലതും അവിടെ കിടപ്പുണ്ടെങ്കിൽ അതിനെ പറയും ക്രെഡിറ്റ് ലെഡ്ജർ. ക്ലിയർ ആയോ? അതായത് ഔട്ട്പുട്ടിനെ പറയുന്ന പേര് GSTIN സോഫ്റ്റ്വെയറിൽ, GSTയുടെ നെറ്റ്വർക്ക് ആയിട്ടുള്ള GSTIN സോഫ്റ്റ്വെയറിൽ, നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ പറയുന്ന പേര് ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ എന്നാണ്. ഓക്കെ. ഇൻപുട്ടിന് പറയുന്ന പേര് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. അത് തന്നെയാണ് GSTN. ഓക്കെ. ദെൻ നമ്മൾ പൈസ അടയ്ക്കുന്ന സെക്ഷനെ, അതിന്റെ പൈസ വന്ന ഭാഗത്തെ പറയുന്ന പേരാണ് ക്യാഷ് ലെഡ്ജർ. ആ ക്യാഷിൽ വല്ലതും ബാലൻസ് കെടുക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ക്രെഡിറ്റ് ലെഡ്ജർ. ഇത്രയുമാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ
നമ്മൾ GSTN നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട്, നമ്മൾ ഇൻപുട്ട് കൂടുതലായിരിക്കും, ചിലപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത് മുഴുവൻ വിൽക്കണമെന്നില്ല, നമ്മൾ സ്റ്റോക്ക് കിടക്കുന്നുണ്ടാവും, അപ്പൊ അതിന് ടാക്സ് നമ്മളവിടെ ഇൻപുട്ടായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്യാഷ് അടയ്ക്കേണ്ട കാര്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട കാര്യം വരുന്നില്ല. അങ്ങനത്തെ അവസരത്തിൽ ഓട്ടോമാറ്റിക് അത് സെറ്റ് ഓഫ് ആയിട്ട് പോകും. അത് പിറ്റത്തെ മാസത്തേക്ക് ക്യാരി ഫോർവേഡ് ആവും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ഒന്ന് എടുത്തു നോക്കാൻ പറയും. ഓക്കെ, അപ്പോൾ അവിടെ കാണാം എത്രയാണെന്ന്. എന്താ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? ഇതാണോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? ഇലക്ട്രോണിക് ഈ ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള GSTN കാര്യമാണോ പറയണമെന്ന് പറഞ്ഞത്? ഞാൻ ഒന്നുകൂടെ പറയാം. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GSTN സോഫ്റ്റ്വെയറിൽ ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ. ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. ഓക്കെ, ദെൻ പിന്നീട് വരുന്നത് നമ്മൾ ക്യാഷ് പേയ്മെന്റ് നടത്താൻ ഉപയോഗിക്കുന്ന ലെഡ്ജറിനെ പറയുന്ന പേരാണ് ക്യാഷ് ലെഡ്ജർ. അങ്ങനെ ക്യാഷ് അടച്ചിട്ട് ബാലൻസ് കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ക്രെഡിറ്റ് ലെഡ്ജർ. അപ്പൊ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറും ഉണ്ട്, നോർമൽ ക്രെഡിറ്റ് ലെഡ്ജറും ഉണ്ട്. ഓക്കെ, സെറ്റ് ഓഫ് ചെയ്യുന്നത് ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട് നമ്മൾ അങ്ങനെ കണക്കാക്കിയാൽ മതി. അവിടെ വേറെ എന്തെങ്കിലും പേരെങ്കിലും അവർ പറഞ്ഞോട്ടെ. ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട്. അപ്പൊ ഔട്ട്പുട്ടിൽ 100 രൂപ നമ്മൾ ഔട്ട്പുട്ട് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 80 രൂപയാണ് ഇൻപുട്ട് ഉള്ളൂ എങ്കിൽ 20 രൂപ നമ്മൾ അടയ്ക്കണം. അതേസമയം നമ്മൾ 100 രൂപയാണ് നമ്മുടെ ഔട്ട്പുട്ട്, പകരം ഇൻപുട്ടിൽ 200 രൂപ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് അടയ്ക്കേണ്ട കാര്യമില്ല. ബാക്കി 100 രൂപ നമ്മൾ ഇൻപുട്ട് നിൽക്കുകയാണ് നമ്മുടെ ബാലൻസ് അവിടെ. അപ്പൊ അത് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ അത് അവിടെ നിൽക്കുന്നുണ്ടാവും, ക്യാഷ് അടയ്ക്കേണ്ട കാര്യമില്ല. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക് സെറ്റ് ഓഫ് ആവും. ഇൻപുട്ട് ടാക്സ് നമ്മുടെ അസറ്റായി കാണാമല്ലോ അല്ലേ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രായോഗിക തലത്തിൽ അത് അസറ്റായി കാണാൻ തക്ക പാകത്തിൽ നിയമത്തിൽ കാണുന്നില്ല. അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു നിർത്തുന്നു. നോർമൽ ലെവലിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ, അക്കൗണ്ടിങ് കൺസെപ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അത് അസറ്റാണ്. പക്ഷെ അങ്ങനെ കിട്ടാനുള്ളത് അസറ്റിൽ നമ്മൾ GST എഴുതി വെക്കാൻ പറ്റില്ല. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമ്മൾ അത് ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തൊരു സെക്ഷനാണ് പെനാൽറ്റി, ഇൻട്രസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പൊ അത് ഇൻട്രസ്റ്റ് എന്ന് പറയാം. ഇൻട്രസ്റ്റ് ഞാൻ മറക്കാതിരിക്കാനാണ് ഇത് എഴുതിയേക്കുന്നത് കേട്ടാ. നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും, പക്ഷെ ഞാൻ മറക്കും. പെനാൽറ്റി, പിന്നെ ലേറ്റ് ഫീ. നമ്മൾ എല്ലാ മാസവും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. റിട്ടേണുകൾ പലതരത്തിലുണ്ട്, എങ്കിലും ഞാൻ പറയുന്ന ആദ്യം നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക. റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ് 20-ാം തീയതി ആണെന്ന് നിങ്ങൾ കരുതുക. 20-ാം തീയതിയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ്. വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറയാം. ഒരു ഡേറ്റ് 20-ാം തീയതി എന്ന് കരുതുക. അപ്പൊ 20-ാം തീയതി കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഗവൺമെന്റിന് ലേറ്റ് ഫീ കെട്ടണം. ഇന്ന് ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് ലേറ്റ് ഫീ ആണ്. ഏറ്റവും കൂടുതൽ ലേറ്റ് ഫീ നമ്മൾ കഴിഞ്ഞ മാസങ്ങൾ കൊണ്ട് അടച്ചു തീർത്ത് കഴിഞ്ഞു. ഓരോ ക്ലയന്റ് എൻ്റെ തന്നെ പല ക്ലയന്റും പല കാരണങ്ങളാണ്, കൊറോണ ബാധിച്ചിട്ട് ടാക്സ് അടയ്ക്കാൻ പറ്റാതെ കിടന്ന ആളുകളൊക്കെ ഒരു പക്ഷേ 10,000-കണക്കിന് രൂപയാണ് ലേറ്റ് ഫീ മാത്രം അടച്ചത്. ഓക്കെ, അപ്പോൾ ഒരു ദിവസത്തേക്ക് 50 രൂപയാണ് ലേറ്റ് ഫീ. അതായത് റെഗുലർ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളവർക്ക്. എന്തിൽ മാത്രം? CGST മാത്രം. SGST 50 വേറെയും വരും. അങ്ങനെയല്ലേ? സോറി, 25 25 റെഗുലറുകാർക്ക് 25 CGST 25 രൂപ SGST പെർ ഡേ.
അങ്ങനെ പറയണം കേട്ടോ, പെർ ഡേ. അതായത് 20-ാം തീയതി നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, 21-ാം തീയതി ചെയ്യണമെന്ന് വെച്ചെങ്കിൽ 50 രൂപ ലേറ്റ് ഫീ. ഓക്കെ, ഇതേ റെഗുലറുകാർ തന്നെ അത് ടാക്സ് അടയ്ക്കണവർക്ക്, മന്ത്ലി ടാക്സ് അടയ്ക്കുന്ന ആളുകളാണെങ്കിൽ, അപ്പൊ നമുക്ക് ട്രാൻസാക്ഷൻ ഒന്നുമില്ല. ടാക്സ് അടയ്ക്കില്ല എന്ന് പറഞ്ഞാൽ അതല്ല ഉദ്ദേശിച്ച നിൽ റിട്ടേൺ ആണെങ്കിൽ, അതായത് നമുക്ക് ട്രാൻസാക്ഷൻ ഇല്ല, സെയിലും ഉണ്ടാവരുത് പർച്ചേസും ഉണ്ടാവരുത്. അങ്ങനെയുള്ളവർക്ക് നില്ലാണെങ്കിൽ അവർക്ക് ഒരു ദിവസത്തേക്ക് 20 രൂപ മതി ടോട്ടൽ, അതായത് 10. ഓക്കെ, പെർ ഡേ. ഇതാണ് ലേറ്റ് ഫീ. കിട്ടിയല്ലോ, തെറ്റരുത്, ലേറ്റ് ഫീ. പിന്നെ വരുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഗവൺമെന്റ് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ, 18% പെർ ആനം. അത് എല്ലാ കാര്യത്തിനും ഗവൺമെന്റിന്റെ ഇൻട്രസ്റ്റ് 18% പെർ ആനം ആണ്. ഏതാ ലേറ്റ് ഫീ ആണോ പറയേണ്ടത്? ലേറ്റ് ഫീ എന്ന് പറഞ്ഞാൽ ടാക്സ് അടയ്ക്കുന്ന റെഗുലർ ബിസിനസ്സുകാർക്ക്. അപ്പൊ ഞാൻ റെഗുലർ രജിസ്ട്രേഷൻ ഒക്കെ നിങ്ങൾ പറഞ്ഞത് ഓർമ്മിക്കണം. ടാക്സ് അടയ്ക്കുന്ന റെഗുലർ ബിസിനസ്സുകാർക്ക്, ഞാൻ അഥവാ ടാക്സ് അടയ്ക്കാത്ത ആൾക്കാരുണ്ടാവും, കാരണം വെച്ചാൽ അവർക്ക് ഇൻപുട്ട് കൂടുതലുണ്ടാവും, ഔട്ട്പുട്ട് കുറവാവും. അപ്പോൾ എന്താവും, ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ഇത് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവരുടെ നിൽ റിട്ടേൺ അല്ല, 0 അല്ല അവരുടെ റിട്ടേൺ, മറിച്ച് അവർക്കൊരു വാല്യൂ ഉണ്ട്. അത്തരം വാല്യൂ ഉണ്ടെങ്കിൽ അത് റെഗുലർ രജിസ്ട്രേഷൻ ആണെങ്കിൽ 25 + 25 പെർ ഡേ അടച്ചോളണം ലേറ്റ് ഫീ. 2 ദിവസത്തേക്കാണെന്ന് വെച്ചെങ്കിൽ 100 രൂപ പോവും, 3 ദിവസത്തേക്കാണെങ്കിൽ 75 പോവും, 150 പോവും. അങ്ങനെ 50 രൂപ വെച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു മാസത്തേക്ക് എത്ര രൂപ പോവും? 1500 രൂപ പോവും. മനസ്സിലായല്ലോ? അതിലൊരു വീഴ്ചയും ഇല്ല, ഒരു ദയയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നില്ല. ഓക്കെ. അതേസമയം റെഗുലറുകാരാണ്, പക്ഷെ അവർക്ക് നില്ലാണ്, നില്ലാണെങ്കിൽ അവർക്ക് സെയിൽസും ഇല്ല പർച്ചേസും ഇല്ല കേട്ടോ. അത്തരം ഒരു ആൾക്കാരാണെച്ചെങ്കിൽ അവർക്ക് 10 + 10 20 രൂപയാണ് അവർക്ക് വരുന്ന ലേറ്റ് ഫീ. അതിൽ പർച്ചേസും സെയിൽസും റെക്കോർഡ് ചെയ്യാൻ പാടില്ല, അതിനുണ്ടാവാൻ പാടില്ല. ഓക്കെ. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കാനുള്ള തുക, അതായത് ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട്. ടാക്സ് അടയ്ക്കാനുണ്ടെങ്കിൽ സമയത്ത് അടച്ചില്ലെങ്കിൽ ഒരു വർഷത്തേക്ക് 18% ഇൻട്രസ്റ്റ് അവർ ഈടാക്കും. ഇനി അത് കണക്കാക്കേണ്ടത് ഞാൻ പറയണോ? 18% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് എത്ര രൂപയാവും? ഞാൻ പറഞ്ഞ കുഴപ്പമാവൂല്ലേ, 5ാം ക്ലാസ്സിലേക്ക് വീണ്ടും പോണ്ടി വരും. വേണ്ട പറയണ്ടെന്ന് പറഞ്ഞു. ശരി, ഓക്കെ, പറയുന്നില്ല. അതായത് ഒരു വർഷത്തേക്ക് ഇൻട്രസ്റ്റ് 18% ഗവൺമെന്റിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്. പിന്നെ ഒരു സാധനം ഉണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പെനാലിറ്റി. ഇപ്പൊ നിങ്ങൾ പേപ്പറുകളിലൊക്കെ കാണാം, GST-ക്കാർ നോട്ടീസ് അയച്ചു, പെനാൽറ്റി അടയ്ക്കാൻ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും. അതായത് പീനലൈസ് ചെയ്യാന്ന് പറയും. പീനലൈസ് ചെയ്യുന്ന എന്തർത്ഥം? അതിന് മലയാളത്തിൽ എങ്ങനെ പറയുന്നത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പീനലൈസ് ചെയ്യുക, നമ്മളൊരു കുറ്റം ചെയ്ത് ആ കുറ്റം അഡ്മിറ്റ് ചെയ്ത് അതിനെ എന്താ പറയാ, സോറി എന്ന് പറഞ്ഞിട്ട് ഒഴിവാവില്ലേ, അത്തരം ഒരു സാധനത്തെയാണ് പെനാൽറ്റി എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറയുന്ന മലയാളം വാക്ക്. ആ പെനാൽറ്റി ഫീസ് GST ഉദ്യോഗസ്ഥൻ നിയമത്തിനനുസരിച്ച് തീരുമാനിക്കും. ഓരോ ട്രാൻസാക്ഷനും ഓരോ തരം പെനാൽറ്റിയിലാണ് അവസാനിക്കുന്നത്. പിഴ അടയ്ക്കുക, അതാണ് നല്ല വാക്ക്. പിഴ ചുമത്തുക, നല്ല വാക്ക്. അതന്നെയാണ് ഈ പെനാൽറ്റി. അത് ഞാൻ കോമൺ ആയിട്ട് ഇപ്പോൾ പറയുന്നത്, ഓരോ സർക്കംസ്റ്റാൻസസിനനുസരിച്ച്, ഓരോ കാര്യത്തിനനുസരിച്ച് പെനാൽറ്റി GST ഉദ്യോഗസ്ഥന് ഈടാക്കാം നിയമത്തിനനുസരിച്ച്. അപ്പോൾ ഈ പെനാലിറ്റി എന്ന് പറഞ്ഞ ലെവി ഓഫ് പെനാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ തന്നെ GST-യുടെ ആ ഒരു ലോയിലുണ്ട്. അപ്പൊ അത് പഠിക്കണമെങ്കിൽ നമുക്കൊരു 4 ദിവസം വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ നിർത്തുകയാണ്. പെനാലിറ്റി എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ കേട്ട് പരിചയമുണ്ട് എന്ന് മാത്രം നിങ്ങൾ കണക്കാക്കുക. ഓക്കെ.
ഞാനിനി റിട്ടേൺ എന്ന് പറയുന്ന കാലഘട്ടത്തിലേക്ക് വരികയാണ്. പലർക്കും അതറിയാൻ താല്പര്യമുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആ സെക്ഷനെ കുറിച്ചൊന്നും പറയാണ്. റിട്ടേൺ എന്ന് പറഞ്ഞാൽ മടക്കി കൊടുക്കുന്നതെന്നല്ല, ഒരു അർത്ഥത്തിൽ മടക്കി കൊടുക്കുന്നത് എന്നാണ്. ഗവൺമെന്റിനെ നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള ഫെസിലിറ്റിയിൽ നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അത് ഗവൺമെന്റിന് തിരിച്ചു കൊടുക്കുക. അതാണ് റിട്ടേൺ. മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്? ഗവൺമെന്റ് നമുക്കൊരു ഫെസിലിറ്റിയാണ് തന്നിട്ടുള്ളത്. എന്തെന്ന്? നിങ്ങൾ ഇവിടെ ബിസിനസ് ചെയ്തോ, ടാക്സ് കളക്ട് ചെയ്തോ, നിങ്ങൾ മാസം മാസം ടാക്സ് നിങ്ങൾക്ക് അടച്ചു തന്നോളൂ എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റിയാണ് നമുക്ക് തരുന്നത്. ഗവൺമെന്റ് രജിസ്ട്രേഷൻ എടുത്ത ആളുകൾക്ക്, GST രജിസ്ട്രേഷൻ എടുത്ത ആളുകൾക്ക് ഒരു ഫെസിലിറ്റിയാണ്. ആ ഫെസിലിറ്റി നമുക്ക് തരുമ്പോൾ നമ്മൾ ഗവൺമെന്റിന് ഒരു സാധനം തിരിച്ചു കൊടുക്കണം. എല്ലാ മാസവും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. അതാണ് റിട്ടേൺ, ഒരു റിപ്പോർട്ടിംഗ് മെത്തേഡ്. അല്ലാതെ അതിന് മറ്റൊരു അർത്ഥങ്ങളൊന്നുമില്ല, നിങ്ങൾ അങ്ങനെ കണക്കാക്കിയാൽ മതി. ഞാൻ GST ഇപ്പുറത്ത് എഴുതാണ് കേട്ടോ. GST റിട്ടേൺ. ഞാൻ കുറച്ച് റിട്ടേണുകളെ പേരുകളൊക്കെ എഴുതാം. തല ചുറ്റി എഴുതരുത്, കേട്ടിരുന്നാൽ മതി. GSTR 1, GSTR 2, GSTR 2A, GSTR 2B, GSTR 3B. ഇത്രയും പോരാ? മതി. ഇത്രയും പഠിച്ചാൽ തന്നെ ശരിയാവും. GSTR 1 അവിടേക്കൊക്കെ വരുമ്പോഴേക്കും നമുക്ക് തല ചുറ്റുന്നേ. 4A ഒക്കെ പറയാറായിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ അത്യാവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് കടക്കാം. അതൊക്കെ പറയാം. GSTR 9 ഒക്കെ പറയാം. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ പറയാം. ഇതിന്ന് വിട്ടിട്ട് പറയുമ്പോൾ ആ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാനത് ആ ഭാഗം പറയാതിരുന്നത്. ഇതിനോട് കൂടെ ഒന്നുകൂടി ചേർത്ത് വെക്കാം GSTR 9. അതിൻ്റെ അപ്പുറത്ത് ഒന്നുകൂടെ ചേർത്ത് വെക്കാം GSTR 9C. ഓക്കെ, ഇനി ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ എളുപ്പമാണ്. GSTR 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്യുന്നതിൻ്റെ റിപ്പോർട്ടാണ്. ഓക്കെ, ഞാനൊരു കച്ചവടക്കാരൻ, നമ്മൾ ഓരോരുത്തരും ഓരോ കച്ചവടക്കാരൻ എന്ന് സങ്കല്പിച്ചാൽ അവനവൻ ചെയ്യുന്ന സെയില് ഗവൺമെന്റിന് റിപ്പോർട്ട് ചെയ്യുന്നതാണ് GSTR 1. GSTR 2 എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അത് ഗവൺമെന്റിന് കൊടുക്കണ്ട, നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യുന്ന രജിസ്റ്ററിനെ പറയുന്ന പേരാണ് GSTR 2. GSTR എന്ന് വെച്ച് കഴിഞ്ഞാൽ GST റിട്ടേൺ 2. അങ്ങനെയാണ് എല്ലാം തൊട്ടാവും. ഞാൻ അടുത്തൊരു അവതാരം ഉണ്ട്, GSTR 2A. നമ്മൾ പർച്ചേസ് ചെയ്തത് നമ്മുടെ GST പോർട്ടലില്, ഈ GSTN നമുക്ക് ഇങ്ങോട്ട് കാണിച്ചു തരും ആര്? GSTക്കാര്. അതിനെയാണ് GSTR 2A എന്ന് പറയുന്നത്. പോർട്ടലിലെ എല്ലാ മാസവും കാണിച്ചു തരും. അടുത്തൊരു സാധനമുണ്ട്, ഇതന്നെട്ടാ, പർച്ചേസ് പോർട്ടലിൽ കാണിച്ചു തരുന്നതിനെയാണ് GSTR 2A എന്ന് പറയുന്നത്. മറ്റേ GSTR 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ടലിൽ കാണിച്ചു തരുന്നില്ല, നമ്മൾ സൂക്ഷിക്കുന്ന രജിസ്റ്റർ ആണ്. ഓക്കെ, വ്യത്യാസം മനസ്സിലായല്ലോ? ദെൻ GSTR 2B, അതൊരു പുതിയൊരു സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ GSTR 2A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഏപ്രില്, ഇതിപ്പോ ഏതാ മാസം? ഫെബ്രുവരി. ഓക്കെ, ഞാൻ മെയ് മാസത്തിലാന്ന് കരുതിയിട്ടായിരിക്കുന്നത്. ഓക്കെ, ഫെബ്രുവരി. ഞാൻ ഡിസംബറിലെ ഒരു സാധനം വാങ്ങിച്ചു. ഞാൻ ഒരു കച്ചവടക്കാരൻ വേറൊരു കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് ഡിസംബറിൽ സാധനം വാങ്ങിച്ചു. ഏതിലാണ് ഡിസംബറിൽ വാങ്ങിച്ചേ? ഡിസംബർ 15-ാം തീയതി ഞാൻ പർച്ചേസ് ചെയ്തു ഏതോ ഒരാളുടെ കയ്യിൽ നിന്ന്. B2B ട്രാൻസാക്ഷൻ ആണേ. അപ്പോ അയാൾ റിട്ടേൺ കൊടുക്കേണ്ടത് എന്നാ? 20-ാം തീയതി കൊടുക്കുന്നു കരുതുക. ഡേറ്റുകളൊക്കെ നമുക്ക് പറയാം. 20-ാം തീയതി കൊടുത്തു എന്ന് കരുതുക അയാള്. അത് ഡിസംബർ 15-ാം തീയതി നമ്മൾ പർച്ചേസ് ചെയ്ത എന്നാ കൊടുക്കേണ്ടത്?
ജനുവരി 20 തീയതിക്കുള്ളിൽ അയാൾ എന്ത് ചെയ്യണം? റിട്ടേൺ കൊടുക്കണം. വേണ്ടേ? പിറ്റത്തെ മാസം 20 തീയതി കൊടുക്കണ്ടേ? അപ്പൊ ജനുവരി 20 അയാൾ ആ പർച്ചേസ് റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട് ചെയ്തതാണ് നമ്മൾ എവിടെ കാണുന്നത്? GSTR 2A കാണുന്നത്. അതേ സാധനമാണ് നമ്മൾ എവിടെ കാണുന്നത്? 2B കാണുന്നത്. ഇങ്ങനത്തെ വ്യത്യാസം നിങ്ങളൊന്ന് കണ്ടോളൂ. ഈ ജനുവരി 20th ആണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എങ്കിൽ, അതായത് GST അയാള് നമ്മുടെ പർച്ചേസ് റെക്കോർഡ് ചെയ്യേണ്ട ഡേറ്റ് ജനുവരി 20 ആയിരുന്നു. അയാൾ അന്നത് റെക്കോർഡ് ചെയ്യാതെ, അയാൾ അത് സൈറ്റിൽ കയറ്റാതെ ഒരു ജനുവരി 25 തീയതിയെ കയറ്റുന്നത് എങ്കിൽ ഏതിൽ വരില്ല? 2B വരില്ല. ഏതിൽ വരില്ല? 2B വരില്ല. ഏത് വരില്ല? ഈ ജനുവരി 25 കയറ്റിയത് 2B വരില്ല. ഏതിൽ മാത്രമേ വരുള്ളൂ? 2A മാത്രമേ വരുള്ളൂ. വ്യത്യാസം മനസ്സിലാക്കണം. ഇത് മനസ്സിലാവാതെ പോയാൽ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ഇരിക്കും GST. ക്ലിയർ ആയോ? യെസ് ഓർ നോ? നോ. അടുത്ത ആൾക്കും കൂടി വൺസ് മോർ. ഓക്കെ, ഒന്നുകൂടെ പറയാം. 2 വരെ യാതൊരു പ്രശ്നവുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇല്ലല്ലോ? 2 വരെ ഒരു പ്രശ്നവുമില്ല. 1ഉം 2ഉം ഓക്കെ. റൈറ്റ്. 2A എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാ മാസത്തെയും പർച്ചേസ് അവിടെ കാണാം. ഓരോ മാസത്തെ പർച്ചേസും വളരെ കൃത്യമായിട്ട് 2A നമുക്ക് വരും. ഒരു സംശയവും ഇല്ല. നമ്മൾ ഈ ജനുവരി 20 തീയതി കൊടുക്കേണ്ട സാധനം 25 തീയതി കൊടുത്താലും, ഇനി ഫെബ്രുവരി 10 തീയതി കൊടുത്താലും, ഇനി മാർച്ച് 5 തീയതി കൊടുത്താലും 2A അതാത് മാസം വന്നിട്ട് കെടുക്കും. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത് എന്താന്നുള്ളത്? ഏത് മാസത്തെ പർച്ചേസ് ആണോ നമ്മൾ ചെയ്തത് അതാത് മാസത്തെ 2A നമ്മൾ മറ്റൊരു എത്ര ലേറ്റ് ആയിട്ട് ഫയൽ ചെയ്താലും ഈ 2A വന്ന് കെടുക്കും. ഒരു സംശയവും ഇല്ല. ഓക്കെ. പക്ഷെ 2B എന്ന് പറയുന്നത് ഗവൺമെന്റ് ഫിക്സ് ചെയ്ത ടൈമിനകത്ത് അതാത് മാസത്തെ ട്രാൻസാക്ഷൻ അവർ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് 2B കാണാൻ സാധിക്കുള്ളൂ. ക്ലിയർ ആയോ? എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ. അപ്പൊ 2A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പർച്ചേസിന്റെ സംഗ്രഹമാണ് 2A. അത് നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഓരോ മാസത്തിലും വളരെ കൃത്യമായിട്ട് 2A വന്നുകൊണ്ടിരിക്കും. പക്ഷെ 2B എന്ന് പറഞ്ഞാൽ അതാത് മാസത്തിലെ ഗവൺമെന്റ് അനുവദിക്കുന്ന ഫസ്റ്റ് ടൈമിൽ തന്നെ കയറിയാൽ ചെയ്താൽ മാത്രമേ 2B അതാത് മാസം 2B വരുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന്, നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിന് ജനുവരി 20th നമ്മൾ ചെയ്യേണ്ടത്, ഡിസംബർ 15 മേടിച്ചത് എങ്കിൽ അവിടെ അത് ചെയ്താൽ 2B വരും 2A വരും. ഓക്കെ ആണല്ലോ? ജനുവരി 25 അപ്ലോഡ് ചെയ്താലും അത് 2A വരും. പക്ഷെ ആ മാസത്തെ 2B വരില്ല, പിറ്റത്തെ മാസത്തെ 2B വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മാസം 2B വരും? ജനുവരി മാസത്തെ പർച്ചേസിന്റെ ഒപ്പം 2B അത് കയറി വരും. ഇപ്പൊ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്. നെക്സ്റ്റ് മന്ത് 2B ഒപ്പം വരും. ഈ മാസത്തെ 2A അതായത് നമ്മളെ ജനുവരി മാസത്തെ ഡിസംബർ മാസത്തിലെ പർച്ചേസ് എന്ന് പറഞ്ഞ് ഡിസംബർ മാസത്തിൽ 2A ഓൾറെഡി വന്ന് കയറി കിടക്കുന്നുണ്ടാവും. പക്ഷെ കിടക്കുന്നത് ഫെബ്രുവരിയിലെ 2B മനസ്സിലായല്ലോ? റൈറ്റ്. അപ്പൊ 2A 2B മറക്കണ്ട. ദെൻ പിന്നെ വരുന്നത് 3B. വളരെ സിമ്പിൾ. അതായത് നമ്മൾ സെയിൽ ചെയ്തത് റിപ്പോർട്ട് ചെയ്തു, പർച്ചേസ് ചെയ്തത് ഈ 2 നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് റിപ്പോർട്ട് വന്നു. ഏതില്? 2B അല്ലെങ്കിൽ 2A വന്നു. ഇപ്പത്തെ കണക്കനുസരിച്ച് 2B വന്നതിന് മാത്രമേ ഇൻപുട്ട് എടുക്കാൻ നിർവാഹമുള്ളൂ. ഓക്കെ, 2B പ്രസക്തി മനസ്സിലായല്ലോ? ഞാൻ 10 ലക്ഷം രൂപയുടെ ഇൻപുട്ട് പർച്ചേസ് നടത്തിയിട്ടുണ്ടാവും. പക്ഷെ 2B വന്നത് 8 ലക്ഷം രൂപയുടെ ടാക്സ് മാത്രമേ ഉള്ളെങ്കിൽ 2 ലക്ഷം രൂപയുടെ ഇൻപുട്ട്, പിന്നെ അത് എന്ന് 2B വരുന്നോ അന്നേ ഇൻപുട്ട് എടുക്കാൻ കഴിയുള്ളൂ. നമ്മുടെ അടുത്ത് പർച്ചേസ് ബിൽ ഉണ്ടാവും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എടുക്കാൻ കഴിയില്ല. അതാണ് 2B സവിശേഷത. അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഏതാണ്ട് 3-4 മാസമായിട്ടുള്ളൂ. ഓക്കെ.
അപ്പൊ അതാണ് 2B. ഇനി 3B. എന്തൊരു ബി ആണല്ലേ, ഭയങ്കര പ്രശ്നം. ഓക്കെ, 3B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഉള്ള പരിപാടി വളരെ രസകരമാണ്. നമ്മൾ GSTR 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫിഗർ നേരെ ഈ 3Bയിൽ വന്ന് കിടക്കുന്നുണ്ടാവും. 3B എന്ന് പറഞ്ഞ ഫോമിൽ വന്ന് കിടക്കുന്നുണ്ടാവും. നമ്മുടെ ഇൻപുട്ട് ആയിട്ടുള്ള 2B ഓട്ടോമാറ്റിക് ആയിട്ട് അതിനകത്ത് വന്ന് കിടക്കുന്നുണ്ടാവും. നമ്മുടെ പണി എന്ത് മാത്രമേ ഉള്ളൂ, അതൊന്ന് ശരിയാണോ നോക്കുക, 2B ആയിട്ടൊന്ന് വെച്ച് നോക്കുക, എന്നിട്ട് ഒരു ക്ലിക്ക് ചെയ്യുക, കാശ് അടയ്ക്കാനാണെങ്കിൽ പൈസ അടയ്ക്കുക, അത് കഴിഞ്ഞിട്ട് ഫയൽ ചെയ്യുക. വളരെ എളുപ്പമാണ് 3B ചെയ്യാൻ. മനസ്സിലായല്ലോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ 3B എന്താ? ഔട്ട്പുട്ട് എത്രയാണെന്നും ഇൻപുട്ട് എത്രയാണെന്നും ഓട്ടോമാറ്റിക് ആയിട്ട് വന്ന് കിടക്കുന്നുണ്ടാവും അതിനകത്ത്. അതൊന്ന് ഉറപ്പാക്കുക നമ്മൾ ശരി തന്നെയല്ലേ എന്ന്. ഇനി വല്ല കമ്പ്യൂട്ടറും വല്ല തെറ്റും വന്നോ എന്നുള്ളതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഉറപ്പാക്കുക, എന്നിട്ട് അതങ്ങ് ഫയൽ ചെയ്ത് അവസാനിപ്പിക്കുക. ഓക്കെ, അപ്പൊ 3B. GSTR 9 ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ അതിനകത്ത് പോയിട്ടാ വിട്ടു, കുറെ ഫോമുകൾ അതിനകത്തുണ്ട്, അതൊക്കെ പോയി. 3B എന്ന് പറഞ്ഞാൽ മന്ത്ലി, അതിനല്ലേ ഞാൻ പറഞ്ഞേ. ഞാൻ പറയാം, ഡേറ്റുകളൊക്കെ ഞാൻ പറയാം. GSTR 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനുവൽ റിട്ടേൺ. ഏപ്രിൽ 1 മുതലുള്ള ഏപ്രിൽ 1 തീയതി മുതൽ മാർച്ച് 31 കൂടിയുള്ള തീയതികളിലെ ടോട്ടൽ റിട്ടേൺ, ആനുവൽ റിട്ടേൺ, അതിനെ പറയുന്ന പേരാണ് GSTR 9. ഓക്കെ, 19-20 ഫിനാൻഷ്യൽ ഇയറിലെ GSTR 9 ഫയൽ ചെയ്യേണ്ട ദിവസം നാളെയാണ്. 19-20 GSTR 9 ഫയൽ ചെയ്യേണ്ട ദിവസം നാളെയാണ്. ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ആരും ചെയ്യരുത്, കാരണം ഒന്നുകൂടി നീട്ടി കിട്ടണമല്ലോ. ഓക്കെ, GSTR 9 നാളെയാണ് ഡേറ്റ്. അപ്പൊ ഒരു ഡേറ്റ് ഉണ്ടെന്ന് അറിയാലോ നിങ്ങൾക്ക്, 19-20 ആണ് കേട്ടോ. അടുത്ത 9C, അതായത് ഒരു വർഷം 5 കോടിക്ക് മുകളിൽ ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സുകാരൻ ഫോം 9 സബ്മിറ്റ് ചെയ്തതിന് GSTR 9 സബ്മിറ്റ് ചെയ്തതിന് ശേഷം ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കൊണ്ട് അത് ഓഡിറ്റ് ചെയ്ത് അവരൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ആ റിപ്പോർട്ടിന് പറയുന്ന പേരാണ് 9C. ആനുവൽ ആണ്, അറിയാലോ നിങ്ങൾക്ക്. ഇപ്പൊ 19-20 9-ഉം 9Cയും ചെയ്യേണ്ടത് നാളെയാണ്. അപ്പോൾ ആനുവൽ റിട്ടേൺ കൊടുക്കുക, അതിനൊപ്പം തന്നെ 9Cയും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫയൽ ചെയ്യും. അതാണ് നാളത്തെ ദിവസം. നടക്കില്ല എന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് 9-ഉം 9Cയും. ഇപ്പൊ ക്ലിയർ ആണല്ലോ? ഒന്നുകൂടെ ഏതാ പറയേണ്ടത്? 9-ഉം 9C ആണോ പറയേണ്ടത്? 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനുവൽ റിട്ടേൺ, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 കൂടിയുള്ളതാണ് 9. 9C എന്ന് പറയുന്നത് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നാണ് അതിന് പറയുക. അതായത് നമ്മൾ ഫയൽ ചെയ്ത ആനുവൽ റിട്ടേൺ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റ് ചെയ്തിട്ട്, അതായത് 5 കോടി രൂപയ്ക്ക് മുകളിൽ ആനുവൽ ടേൺ ഓവർ ഉള്ളവർ മാത്രമേ നിർബന്ധമായും ചെയ്യേണ്ടതുള്ളൂ. മറ്റവർക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, നിർബന്ധമായും ചെയ്യേണ്ടതുള്ളൂ. അത്തരം ആളുകൾക്ക് 9C ചെയ്യാം. അതാണ് 9C, റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നാണ് അതിന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ഇനി ഞാൻ പറയണത് കേട്ട് ഞെട്ടരുതട്ടെ. ഇനി ഡേറ്റുകളാണ് പറയണത്. GSTR 1 ഫയൽ ചെയ്യേണ്ട ഡേറ്റ്, GSTR 1 ഫയൽ ചെയ്യേണ്ട ഡേറ്റ് എല്ലാ മാസവും 13-ാം തീയതിക്ക് മുമ്പായിട്ട് ചെയ്യണം. മീൻസ് കഴിഞ്ഞ മാസത്തെ 31-ാം തീയതി വരെയുള്ളത്. ഇപ്പോൾ ജനുവരി 31-ാം തീയതി വരെയുള്ളത് ഫയൽ ചെയ്യേണ്ട ഡേറ്റ് ഫെബ്രുവരി 13 GSTR 1. GSTR 2-ന് ഡേറ്റ് ഇല്ല. ഈ 13-ാം തീയതി വരെ ഫയൽ ചെയ്തതാണ് നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ടി, നമ്മൾ മേടിച്ച പാർട്ടി ഫയൽ ചെയ്താണ് നമുക്ക് 2A-യും 2B-യും ആയിട്ട് വരുന്നത്. 13-ാം തീയതിക്ക് ഫയൽ ചെയ്തതും 2A-ൽ വരും, പക്ഷെ 2B-യിൽ വരില്ല. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ 3B-യുടെ ഡേറ്റ് ആണ്. ഇപ്പോ നമ്മുടെ ഡേറ്റ് 22 ആണ്. 3B ഫയൽ ചെയ്യേണ്ട ഡേറ്റ് 20 റെഡി, പക്ഷെ 22 വരെ കുഴപ്പമില്ല. 22 കണക്ക് കൂട്ടിക്കോളൂ, അല്ലെങ്കിൽ 20 എന്ന് വെച്ചോളൂ, കുഴപ്പമില്ല, നേരത്തെ ആയിക്കോട്ടെ. GSTR 9 അതാത് കൊല്ലങ്ങളിൽ പറയും. ശരിക്കും ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് സെപ്റ്റംബർ 30 അല്ലെങ്കിൽ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യുന്ന ഡേറ്റ് ഏതാണോ വരുന്നത് അതിന് GSTR 9 ഫയൽ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ,
അപ്പൊ ഇപ്പൊ 19-20 ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് 19-20 നാളെയാണ്. അത് നീട്ടും, കുഴപ്പമില്ല. നീട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നീട്ടാൻ സാധ്യതയുണ്ട്. അത് തന്നെയാണ് 9C. അതേ ഡേറ്റ് തന്നെയാണ് 9C. ഇപ്പൊ ക്ലിയർ ആയോ? ഇനി കുറെ റിട്ടേണുകൾ അതിനകത്തുണ്ട് കേട്ടോ, അത് ഞാൻ ഇപ്പൊ പറയണില്ല. അത് നമുക്ക് പറയാം, മറ്റൊരു അവസരത്തിൽ പറയാം. എല്ലാം കൂടെ നമുക്ക് ദഹിക്കില്ല, ഇപ്പൊ തന്നെ ദഹനശക്തി കുറവാണ്. ഇത് വേറെ ലെവൽ ആളുകൾക്ക് ചെയ്യേണ്ട കുറെ റിട്ടേൺസ് ഉണ്ട്, അത് ഞാൻ അപ്പൊ പറയാം. ഇപ്പൊ ഇത് ക്ലിയർ ആയോ എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന എല്ലാ കമന്റുകളും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു അക്കാഡമിക് കൺസെപ്റ്റിലാണ്. പൊളിറ്റിക്കലോ മറ്റു കാര്യങ്ങളോ ഒന്നും അതിനകത്ത് ഇല്ലാട്ടാ. ഞാൻ വളരെ പ്യുവർ അക്കാഡമിക് ലെവലിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ആരും മറ്റൊരു തരത്തിൽ എടുക്കരുത്. ഓക്കെ, ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ ഈ റിട്ടേൺ എന്ന് പറയുന്ന സാധനത്തില് പറഞ്ഞ കാര്യങ്ങളിൽ? 3B വൺസ് മോർ. നോ സംശയം. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം. ഞാൻ ആദ്യം മുതൽ ഒന്നുകൂടി പറയാം. മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാനും മനസ്സിലായവർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാനും, രണ്ടും കൂടെ. GSTR 1 എന്ന് പറഞ്ഞാൽ സെയിൽസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. നമ്മുടെ സെയിൽസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു, അതാണ് GSTR 1. പോർട്ടലിൽ കയറ്റേണ്ട ഡേറ്റ് 13-ാം തീയതി. ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്, ബോർഡൊക്കെ ക്ലിയർ ആണ് കേട്ടാ, എനിക്ക് വളരെ കൃത്യമായിട്ട് കാണാനുണ്ട്. GSTR 2 നമ്മുടെ പർച്ചേസ് അത് എവിടെയും കയറ്റേണ്ടതില്ല, അത് നമ്മൾ സൂക്ഷിക്കുന്ന രജിസ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ചിലർ ചോദിക്കും, ടാലിയിൽ GSTR 2 ഉണ്ടല്ലോ, അത് പിന്നെ എന്തിനാ? അതാ നമ്മൾ സൂക്ഷിക്കേണ്ട രജിസ്റ്റർ ആണെന്നാ പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, GSTR 2 നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ടി GSTR 1 ഫയൽ ചെയ്താൽ അത് നമുക്ക് GSTR 2A ആയിട്ട് നമുക്ക് കിട്ടും, സൈറ്റിൽ നിന്ന് തന്നെ കിട്ടും. ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ അതിനോടൊപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഒന്നുകൂടെ ഞാൻ പരിചയപ്പെടുത്തും. ഓക്കെ, തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ടാലിയും ഇതും ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഡെമോ കാണിച്ചു തരും. അതെന്താ ആനയുടെ കണ്ണ് ഇത്രയാണ്, തുമ്പിക്കൈ ഇത്രയാണ് എന്നൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് ഇതാണ് ആന എന്ന് കാണിക്കല്ലേ നല്ലത്. അപ്പൊ നമ്മൾ ഈ ആന എന്ന് പറയുന്ന കുറെ സാധനങ്ങൾ ഒന്നുമില്ല, GSTയിൽ ഒന്നുമില്ല. വളരെ സിമ്പിളാണ് ഈ സാധനം. പക്ഷെ പ്രോപ്പറായിട്ട് നമ്മൾ പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ ഇത് ആനേനെ മെരുക്കി നടക്കുന്നത് ഒരു പാപ്പാൻ ഇത്ര പോകുന്ന ഒരാളാ, കണ്ടിട്ടില്ലേ? ഏറ്റവും ശക്തിമാനാണ് ആന. പക്ഷെ ഈ പാപ്പാൻ ഈ ചൂരലിന്റെ മുകളിലാണ്, ഈ ഇരുമ്പേട്ടയുടെ മുകളിലാണ്, ഈ കാരവട്ടയുടെ മുകളിലാണ് ഈ ആനേനെ മെരുക്കി നടക്കുന്നത്. എന്ന പോലെ അക്കൗണ്ടന്റ് ആകുന്ന നമ്മൾ ഈ GST എന്ന് പറയുന്ന ആനയെ മെരുക്കുന്നത് ഈ പേന കൊണ്ടും ഈ കമ്പ്യൂട്ടറിന്റെ മൗസ് കൊണ്ടുമാണ്. മനസ്സിലായല്ലോ? അപ്പൊ അതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? നമുക്ക് നമ്മുടെ തലയിലകത്ത് എന്തുണ്ടാവണം? സൂര്യൻ ഉദിച്ചിട്ടുണ്ടാവണം. ആ സൂര്യനെ ഉദിപ്പിക്കാനുള്ള ചില പ്രക്രിയകളാണ് ഞാൻ പറയുന്നത്. സൂര്യൻ ഉദിപ്പിക്കേണ്ടതൊക്കെ നിങ്ങളുടെ ചുമതലയാണ്. ഞാൻ സൂര്യൻ ഉദിപ്പിക്കുന്നത് എങ്ങനെ എന്ന് ഒരു മോഡൽ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നതാണ്. ഇപ്പോ പുതിയ ഒരു സിസ്റ്റം ജനുവരി 1-ാം തീയതി മുതൽ ആരംഭിച്ചു. ഞാനല്ല, ഗവൺമെന്റ്. 6 more minutes. അതിനുള്ളിൽ അവസാനിക്കും. ചെറിയൊരു സാധനമേ ഉള്ളൂ. ചില നിബന്ധനകളോടുകൂടെ, ചില കണ്ടീഷൻസിന് വിധേയമായിട്ട് ചില കാര്യങ്ങൾ ഗവൺമെന്റ് ഇപ്പോൾ അമെൻമെന്റ് വരുത്തി. റിട്ടേൺ കൊടുക്കുന്ന കാര്യത്തിൽ റെഗുലർ ഡീലേഴ്സ് ഉണ്ട്, നിങ്ങൾക്കറിയാലോ. റെഗുലറും ഉണ്ട്, കോമ്പോസിഷനും ഉണ്ട്. മറ്റൊരു കൂട്ടരുണ്ട് കാഷ്വൽ ഡീലേഴ്സ്. അവർ നമ്മൾ റെഗുലർ ആയിട്ട് തന്നെ കണക്ക് കൂട്ടുക. കൂടുതൽ ടൈം എടുത്തോളാനാ പറഞ്ഞത്. ഞാനൊരു 2-3 മിനിറ്റൊക്കെ കൂടുതൽ എടുക്കുള്ളൂ. ഓക്കെ, റെഗുലർ. ഈ റെഗുലർ ആയിട്ട് ചെയ്യുന്നവർക്ക് 5 കോടിക്ക് മുകളിൽ ടേൺ ഓവർ വരാത്തവർക്ക് ശ്രദ്ധിക്കണം. റെഗുലർ ആയിട്ട് ചെയ്യുന്നവർക്ക് 5 കോടിക്ക് മുകളിൽ വരാത്തവർക്ക് ടോട്ടൽ ടേൺ ഓവർ ഒരു പ്രീവിയസ് ഇയറിൽ വരാത്തവർക്ക് ഇപ്പോ ഒരു പരിപാടി ഇറങ്ങിയിട്ടുണ്ട്. IFF കേട്ടിട്ടുണ്ടാവും, ഒരു കളിയാണ് IFF. പിന്നെ QRMP സ്കീം, 2 സ്കീം ഇറങ്ങിയിട്ടുണ്ട്.
IFF കാണാനില്ല അല്ലേ? എന്തുണ്ടായണോ? യെസ്, IFF ആണല്ലേ? IFF ഇവിടെ കാണാനുണ്ട്, പക്ഷെ എനിക്ക് സ്ക്രീനിൽ കാണാനില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട് അവിടെ. IFF ഇന്ത്യൻ ഫുട്ബോൾ ഫ്രണ്ട്സ്, അതാണ് IFF. ഓക്കെ. QRMP ക്വാർട്ടർലി റിട്ടേൺ മന്ത്ലി പേയ്മെന്റ്. ക്വാർട്ടർലി റിട്ടേൺ മന്ത്ലി പേയ്മെന്റ്, QRMP. ഓക്കെ. IFF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവോയ്സ് ആരും കേട്ടിട്ടില്ല? IFF എന്താ കേട്ടിട്ടില്ല? ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റി. ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റി, അതാണ് IFF. കേട്ടല്ലോ? അപ്പൊ GSTR 1 നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നേ? ഈ ഇൻവോയ്സ് അല്ല, അത് ഞാൻ പറയാം. അതല്ല കേട്ടോ, അതും ഇതിന് ഭാഗമാണെന്ന് മാത്രമേ ഉള്ളൂ. IFF എന്ന് പറഞ്ഞാൽ GSTR 1 നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നേ? നമ്മുടെ സെയിലുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നു. അതാണ് GSTR 1. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് ഡാറ്റയാണ്. ഈ സെയിൽസ് ഡാറ്റയില് നമ്മൾ എന്തൊക്കെ കയറ്റുന്നുണ്ട്? B2B ട്രാൻസാക്ഷനും കയറ്റുന്നുണ്ട്, B2C ട്രാൻസാക്ഷനും കയറ്റുന്നുണ്ട്. ഈ IFF തിരഞ്ഞെടുക്കുന്നവർക്ക് മന്ത്ലി അതെന്തിനാണെന്നറിയോ? B2Bയും B2C അവിടെ കൊടുക്കുന്നത്. B2B കൊടുത്താൽ മാത്രമേ ഓപ്പോസിറ്റ് പാർട്ടിക്ക് 2A കാണുള്ളൂ, 2B കാണുള്ളൂ, ഇൻപുട്ട് എടുക്കാൻ പറ്റുള്ളൂ. B2C ആളുകൾക്ക് ഇൻപുട്ടിന്റെ പ്രശ്നമില്ലാത്തത് കൊണ്ട് അത് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല അവർക്ക്. അവർക്ക് ഇൻപുട്ട് ആവശ്യമില്ലല്ലോ. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് ഈ IFF വന്നപ്പോ B2C-കാരന് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഈ IFF സെലക്ട് ചെയ്ത ആളുകൾക്ക് B2C എന്ന് പറയുന്ന ആളുകളെ കൊടുക്കാൻ കഴിയില്ല മന്ത്ലി. B2B മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. ബാക്കിയൊക്കെ സെയിം. GSTR 1 ബാക്കി എല്ലാ പാർട്ടും സെയിം ആണ്. എന്ത് മാത്രമേ വ്യത്യാസമുള്ളൂ? B2B മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, B2C കൊടുക്കാൻ കഴിയില്ല. ഇതിനെ പറയുന്ന പേരാണ് IFF, ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റി. ഓക്കെ. QRMP സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ക്വാർട്ടർലി ആണ് റിട്ടേൺ കൊടുക്കണ്ടു, അതായത് 3B കൊടുക്കണ്ടു. നേരത്തെ 3B എന്തായിരുന്നു? മാസത്തിൽ കൊടുക്കണം. പക്ഷെ 5 കോടിക്ക് താഴെയുള്ള ആൾക്കാരാണെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഇപ്പോൾ ഈ QRMP സ്കീം സെലക്ട് ചെയ്യാം. അപ്പോൾ മാത്രമേ അവർക്ക് കൊടുക്കണ്ടു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഗവൺമെന്റിക്ക് അടയ്ക്കാനുള്ള ടാക്സ് മാസം അടയ്ക്കണം. മനസ്സിലായില്ലേ? ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുള്ള ക്യാഷ് മാസം അടയ്ക്കണം. അതാണ് ക്വാർട്ടർലി റിട്ടേൺ മന്ത്ലി പേയ്മെന്റ് സ്കീം. അതിന്റെ വാക്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 3 മാസത്തിൽ ഒരിക്കലും റിട്ടേൺ കൊടുക്കണ്ടു, മന്ത്ലി പേയ്മെന്റ് അടയ്ക്കണം. ആണ് QRMP, ക്വാർട്ടർലി റിട്ടേൺ മന്ത്ലി പേയ്മെന്റ്. ഇപ്പോ കിട്ടിയെന്നാ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും. IFF-ഉം QRMP-യും റെഡി? കിട്ടിയല്ലോ. ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റി 1. QRMP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാർട്ടർലി റിട്ടേൺ മന്ത്ലി പേയ്മെന്റ്. ഇതിപ്പോ ജനുവരി 1 മുതൽ തുടങ്ങിയ അഭ്യാസമാണ് കേട്ടോ. QRMP-ക്ക് 3 മാസത്തേക്ക് ലേറ്റ് ഫീ ഇല്ല. അത് 3 മാസം കൊടുപ്പ് ചെയ്താൽ മന്ത്ലി പേയ്മെന്റിന് ഇൻട്രസ്റ്റ് കയറും, അത്രേ ഉള്ളൂ. പേയ്മെന്റ് നമ്മൾ മാസം അടയ്ക്കേണ്ടത് അടച്ചു കൊടുത്തില്ല വെച്ചെങ്കിൽ ഇൻട്രസ്റ്റ് ഗവൺമെന്റിന് അടയ്ക്കണം, സ്വാഭാവികം. കിട്ടേണ്ടതൊന്നും നമ്മുടെ ഗവൺമെന്റ് ഒഴിവാക്കിയില്ല, ഇങ്ങോട്ട് തരാൻ മാത്രമേ ഗവൺമെന്റിന് ബുദ്ധിമുട്ടുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്കിവിടെ നിർത്താം. IFF ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റി. ഇൻവോയ്സ് എല്ലാ മാസവും ഫർണിഷ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി, അത്രയും നിങ്ങൾ കണക്കാക്കിയാൽ മതി. ഓക്കെ. അതെല്ലാ മാസവും B2B മാത്രമേ കൊടുക്കണ്ടു. QRMP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ QR ക്വാർട്ടർലി റിട്ടേൺ,
ഈ 3B ക്വാർട്ടർലി ആണ് കൊടുക്കണ്ടു, 3 മാസം കൂടുമ്പോഴേ കൊടുക്കണ്ടു. പക്ഷെ ടാക്സ് അടയ്ക്കാനുണ്ടെങ്കിൽ മന്ത്ലി അടച്ചിരിക്കണം. ഓക്കെ. B2B ഇൻവോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ്, 2 GST എടുത്തിട്ടുള്ള ആൾക്കാർ തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷനെയാണ് B2B. B2C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GST എടുക്കാത്ത ഒരാളും GST എടുത്ത ഒരാളും തമ്മിൽ നടത്തുന്ന ബിസിനസ്സാണ് B2C. അതായത് GST എടുത്തിട്ടുള്ള ഞാൻ GST എടുക്കാത്ത നിങ്ങളുമായിട്ട് നടത്തുന്ന ട്രാൻസാക്ഷനെയാണ് B2C എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഓക്കെ, ഇന്ന് ഇതുവരെ എന്നെ സഹിച്ച നിങ്ങൾ ഓരോരുത്തരോടും നന്ദി രേഖപ്പെടുത്തുന്നു.